ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ചിക്കൻ ഫ്രൈയുടെ ഫാനാണെങ്കിൽ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതൊരു ഡിഫറെൻറ്റ് ചിക്കൻ ഫ്രൈ ആണ്, ചിക്കൻ കോക്കനട്ട് ഫ്രൈ. അപ്പോൾ ഇതിൽ തേങ്ങയൊക്കെ ചേർത്തിട്ട് വളരെ വ്യത്യാസമുള്ള ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ ചിക്കൻ റെസിപ്പീസിനായിട്ടും വേറെ പല കേരള ലഞ്ച് റെസിപ്പീസിനായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു മാരിനേഷൻ ചെയ്യണം. അതിനായിട്ട് കുരുമുളക്, ജീരകം, കശ്മീരി മുളക് പൊടി, സാധാരണ മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും നാരങ്ങ നീരും ആവശ്യമാണ്. അപ്പോൾ ഇത് എല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്ത് വെക്കണം. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അതിൽ ഒരു ടേബിൾ സ്പൂൺ അരപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നെ ഉപയോഗിക്കും. അപ്പോൾ അവസാനം വരെ കാണാം. ഇനി ഈ മസാല എടുത്തിട്ട് നമുക്ക് ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ മസാല ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് ഇത് നന്നായിട്ട് പുരട്ടിയിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ എല്ലാ പീസിലേക്കും മസാല നന്നായി പിടിക്കുന്ന പോലെ നന്നായിട്ട് ഒന്ന് പുരട്ടിയിട്ട് നമുക്ക് ചിക്കനെ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 30 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് തേങ്ങ ചെറുകിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്തിട്ട് ഈ തേങ്ങയിലേക്ക് ഈ മസാല നന്നായിട്ടൊന്ന് അരക്കിയല്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല നന്നായിട്ട് തേങ്ങ കോട്ട് ചെയ്യുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി സ്റ്റെപ്പ് എന്ന് പറയുന്നത് വറക്കുകയാണ് ചിക്കനെ. അപ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം ഈ ചിക്കൻ. അപ്പോൾ ഇനി ഇതിലേക്ക് പീസസ് ഇട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിതാ ചിക്കൻ പീസസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കോരി വയ്ക്കാം. ഇനി ബാക്കി വന്ന എണ്ണയിലേക്ക് നമ്മളിവിടെ കുറച്ച് കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ പുരട്ടി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഈ റെസിപ്പിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ തേങ്ങേനെയും ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ചോക്കെ വറുത്തെടുക്കണം. അപ്പോൾ അതാ തേങ്ങനെ നന്നായിട്ട് ചോക്കെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതാ തേങ്ങ ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അതേ പാനിൽ എണ്ണയൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റ് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നാളികേരം, അതായത് തേങ്ങയും ചിക്കനും ഫുള്ളായിട്ട് നന്നായിട്ട് മിക്സ് ആവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മുതൽ 5 മിനിറ്റ് വരെ ചെറിയ തീയിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയാവും. അപ്പോൾ ഇത് കുക്ക് ചെയ്തതിന് ശേഷം കണ്ടില്ലേ, ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിരുന്നു ഈ റെസിപ്പി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ.